നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും BSc നഴ്സിംഗിന്റെ ഒക്കെ ആണെങ്കിലും അഡ്മിഷൻ നടപടികളൊക്കെ വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണല്ലോ. ഇപ്പോൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ കേരള ഗവൺമെന്റുമായിട്ട് നടത്തിയ ചർച്ചയിൽ യാതൊരു തീരുമാനങ്ങളും ഉരുത്തിരിഞ്ഞിട്ടില്ല. ഈ വർഷത്തെ ഫീസ് വർധന ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളാണ് മാനേജ്മെന്റ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഗവൺമെന്റ് ഭാഗത്തു നിന്നും യാതൊരു തീരുമാനവും നിലവിലത്തെ സാഹചര്യത്തിൽ എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെയധികം പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ വർഷത്തെയും BSc നഴ്സിംഗ് അഡ്മിഷൻ പ്രോസസ്സ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ LBSന്റെ അഡ്മിഷൻ പ്രോസസ്സ് ഒക്കെ നേരത്തെ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ജൂൺ മാസം 7-ാം തീയതി വരെ മാത്രമാണ് LBSന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഉണ്ടാവുക. നിലവിലത്തെ സാഹചര്യത്തിൽ ഡേറ്റ് എക്സ്റ്റൻഷൻ വന്നിട്ടില്ല. ഒരു പക്ഷേയെങ്കിലും ഡേറ്റ് എക്സ്റ്റൻഷൻ വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ LBSൽ കൊടുത്തിരിക്കുന്ന കോളേജ് ഫീസ്, അതുപോലെ തന്നെ സീറ്റുകളുടെ നമ്പർ, കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വർഷത്തെ ഫീസും ഡീറ്റെയിൽസും എല്ലാം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തെ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെയും വന്നിട്ടില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ നഴ്സിംഗ് കൗൺസിലിന്റെയും യൂണിവേഴ്സിറ്റിയുടെയും ഭാഗത്തു നിന്നുള്ള അഡ്മിഷൻ നടപടികളൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതായത് 25-26 വർഷത്തേക്കുള്ള അപ്രൂവൽസ് ഒന്നും നിലവിലത്തെ സാഹചര്യത്തിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ജനുവരി മാർച്ച് മാസം നടന്നിരുന്ന ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ ഫർദർ അഫിലിയേഷൻ നടപടികൾ നടത്തേണ്ടതായിട്ടുണ്ടാവുക. പക്ഷെ ഇതുവരെയും അതിന്റെ ഒരു തീരുമാനം വരാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വീണ്ടും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നീണ്ടുപോകാനുള്ള സാധ്യതകളാണുള്ളത്. അപ്പോൾ നഴ്സിംഗ് കൗൺസിലിന്റെയും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള അഫിലിയേഷൻസ് കിട്ടിയതിനു ശേഷം AFRC അഥവാ അഡ്മിഷൻ ഫീ റെഗുലേറ്ററി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് സബ്മിറ്റ് ചെയ്ത് അവരുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമാണ് മാനേജ്മെന്റ് അസോസിയേഷനുകളായിട്ടുള്ള PNC ആയിക്കോട്ടെ, ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഇൻഡിവിജ്വൽ ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന കോളേജുകളായിക്കോട്ടെ, ഇവർക്കെല്ലാം തന്നെ അഡ്മിഷൻസുമായിട്ട് ഒഫീഷ്യലി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം വീണ്ടും കാലതാമസം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇത് കൂടാതെ തന്നെ KNMCയിൽ, അതായത് നഴ്സിംഗ് കൗൺസിലിൽ അവിടുത്തെ സിൻഡിക്കേറ്റ് ഇലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഇലക്ഷൻ നടപടികൾ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടുന്ന് കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി നോക്കുമ്പോൾ ഈ ഒരു വർഷം അഡ്മിഷൻ പ്രോസസ്സ് വീണ്ടും താമസിക്കാനുള്ള സാഹചര്യങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഈ പറയുന്ന നഴ്സിംഗ് കൗൺസിലിന്റെയും യൂണിവേഴ്സിറ്റിയുടെയും റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു കോളേജിലേക്ക് എത്ര അഫിലിയേറ്റഡ് സീറ്റുകൾ അല്ലെങ്കിൽ എത്ര സീറ്റുകൾ അഡ്മിഷൻസ് എടുക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുക. ഇപ്പോൾ LBSൽ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റുകളിൽ നിന്നും സീറ്റുകളൊക്കെ കൂടാനും കുറയാനും സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, LBSൽ ഈ പറയുന്ന 4-ാം തീയതി വരെയാണ് ഫീ അടയ്ക്കാനുള്ള സമയം നൽകിയിരിക്കുന്നത്. 7-ാം തീയതി വരെ മാത്രമാണ് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയവും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുട്ടികളാണോ, സാമാന്യം അത്യാവശ്യം +2 സെക്കൻഡ് ഇയറിൽ നല്ല ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികളാണോ, നിർബന്ധമായിട്ട് നിങ്ങൾ LBS അഡ്മിഷൻസ് കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കൂടാതെ തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാംസ് എഴുതുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഇംപ്രൂവ്മെന്റിന് വേണ്ടി അപ്പിയർ ചെയ്യുക. കാരണം ഈ പറയുന്ന മാനേജ്മെന്റ് ആയിക്കോട്ടെ, LBSന്റെ ആയിക്കോട്ടെ, അഡ്മിഷൻ നടപടികളൊക്കെ മുന്നോട്ട് കുറച്ചും കൂടെ നീളാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റ് ഇടുകയാണെങ്കിൽ അത് പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. എന്ത് തന്നെയായാലും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ LBSലെ ആപ്ലിക്കേഷൻസ് കൊടുക്കുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. നിരവധി കുട്ടികൾ ചോദിക്കുന്ന പല സംശയങ്ങളും ഉണ്ട്. ഉദാഹരണമായിട്ട് LBSന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോളേജ് ഓപ്ഷൻസ് കൊടുക്കണമോ എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മൾ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് LBSലേക്ക് കോളേജ് ലിസ്റ്റുകൾ നമ്മൾ തയ്യാറാക്കി കൊടുക്കേണ്ടതായിട്ട് വരിക. മുന്നിലത്തെ വീഡിയോയിലൊക്കെ LBSന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകളെല്ലാം ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ LBSലെ ആപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ട് കൊടുക്കുകയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതായിട്ട് വരിക. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെരിഫിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റുകളൊക്കെ കറക്റ്റ് ആണോ, മാർക്കുകളൊക്കെ കൃത്യമായിട്ടാണോ എൻട്രി ചെയ്തേക്കുന്നത്, ഇതെല്ലാം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കേരള സിലബസ് 2025 കംപ്ലീറ്റ് ചെയ്ത കുട്ടികളുടെ ഡാറ്റാബേസ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആയതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കുകൾ അതിനകത്ത് എൻട്രി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതേസമയം CBSE ICSE സ്റ്റുഡൻസോ കഴിഞ്ഞ വർഷങ്ങളിൽ പാസ് ഔട്ട് ആയ കുട്ടികളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കുകൾ എൻട്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് പ്രൊഫഷണലി അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെരിഫിക്കേഷൻ നോട്ട് ഡൺ എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് സ്റ്റാറ്റസ് കാണാൻ സാധിക്കുക. പലരുടെയും മാറി വരുന്നുണ്ട്. എങ്കിലും നമ്മൾ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരാഴ്ചയും കൂടെ സമയം സാധാരണ രീതിയിൽ എടുക്കാറുണ്ട്. അപ്പോൾ ഇതിനോടകം വെരിഫിക്കേഷൻ നടത്തുകയും എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെ നോട്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ആ കറക്ഷൻ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഏകദേശം 3 ദിവസമാണ് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുക. ആ 3 ദിവസത്തിനുള്ളിൽ നമ്മൾക്ക് ഒരു പക്ഷേ സർട്ടിഫിക്കറ്റുകൾ റീ അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്.
ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റുകൾ ഇടുക. അപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ഇടുന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്ന പോലെ മാർക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. എത്രത്തോളം മാർക്കുകളാണ്. ഉദാഹരണമായിട്ട് ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ഇടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് മാർക്ക് ഇതിന്റെ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് LBS ആയിട്ട് കോൺടാക്ട് ചെയ്ത് ഈ ഒരു കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു ഘട്ടം എന്ന നിലയിലാണ് നമ്മൾ മെയിൻ റാങ്ക് ലിസ്റ്റുകൾ ഇടുക. അപ്പോൾ ഇവിടെ റാങ്ക് ലിസ്റ്റുകൾ എടുക്കുമ്പോൾ ഓരോ കാറ്റഗറി വൈസ് ഉള്ള റാങ്ക് ലിസ്റ്റുകളായിരിക്കും ഇടുക. ഉദാഹരണമായിട്ട് BSc നഴ്സിംഗിനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ഓരോ റാങ്ക് ലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സ്റ്റേറ്റ് മെറിറ്റിലോ അല്ലെങ്കിൽ ഈഴവ, SC, ST അങ്ങനെയുള്ള ഓരോ റിസർവേഷൻ കാറ്റഗറിയിലുള്ള റാങ്കുകൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എത്രത്തോളം കുട്ടികൾക്ക് ടോപ്പ് ലെവലിൽ കാണുന്നുണ്ട്, എത്രത്തോളം ഫുൾ മാർക്കുള്ള കുട്ടികൾ ഇതിനകത്ത് ലിസ്റ്റിൽ വരുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പൊ റാങ്ക് ലിസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ അഥവാ കോളേജ് ഓപ്ഷൻസ് കൊടുക്കുവാനുള്ള ഒരു അവസരം ലഭിക്കുക. അപ്പോൾ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ അഥവാ കോളേജ് ഓപ്ഷൻ എൻട്രി ആണ് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ അല്ല എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം. കാരണം നമ്മൾ കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ അറിയാവുന്ന കേട്ടിട്ടുള്ള കുറച്ച് കോളേജുകൾ മാത്രം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അബദ്ധങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ഏറ്റവും ആദ്യം ഓപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ. അപ്പോൾ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും വരുന്ന പല ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിലും സ്വന്തമായിട്ടുള്ള ഒരു ബിൽഡിങ്ങോ വേണ്ടത്ര ടീച്ചേഴ്സോ ഫെസിലിറ്റീസോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ അഡ്മിഷൻ നേടുന്ന കുട്ടികൾക്ക് INC-യുടെ ആണെങ്കിൽ അഫിലിയേഷൻ ഇഷ്യൂസും അതുപോലെ തന്നെ പല പ്രോബ്ലംസും അവർ നേരിടുന്നുണ്ട്. പല കോളേജിലെയും സ്റ്റുഡൻസ് ഇപ്പോഴും സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ 100% മാർക്കോടെ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ അവസ്ഥയാണിത്. തീർച്ചയായിട്ടും ഗവൺമെന്റ് ഭാഗത്തുനിന്നും വളരെയധികം അനാസ്ഥയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന പല ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിലും ഒരു കുമ്പിടി എഫക്റ്റ് ആണ് പല കുട്ടികളും ഫീൽ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയാം, എറണാകുളത്ത് ഒരു നഴ്സിംഗ് കോളേജ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനെ എടുത്ത് വേറൊരു നഴ്സിംഗ് കോളേജുകളിലേക്ക് താൽക്കാലികമായിട്ട് സ്റ്റാഫിനെ ഇൻസ്പെക്ഷൻ വരുന്ന സമയത്തും അത് പരീക്ഷാ ഡ്യൂട്ടിയുടെ സമയത്തും ഒക്കെ മാറ്റുകയും അങ്ങനെ അവിടെയും ഇവിടെയും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ PSC ലിസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നിരവധി നഴ്സിംഗ് അധ്യാപകർ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും യാതൊരു അപ്പോയിന്റ്മെന്റുകളും ഈ ഒരു സമയത്ത് നടക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന പോലെ ഏറ്റവും ടോപ്പ് റാങ്കിലുള്ള കുട്ടികൾ, ഇത്രയും 100% മാർക്കോട് വരുന്ന കുട്ടികൾ ഈ പറയുന്ന യാതൊരു ഫെസിലിറ്റിയും ഇല്ലാത്ത രീതിയിലാണ് കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള സിമെറ്റിന്റെ ഗ്രൂപ്പിലുള്ള പല കോളേജുകളും, പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളൊക്കെ തുടങ്ങിയ കോളേജുകളിലാണെങ്കിലും സെയിം പ്രോബ്ലംസ് ആണ് അവിടെയും കുട്ടികൾ ഫേസ് ചെയ്യുന്നത്. യാതൊരു ഫെസിലിറ്റീസും ഇല്ലാതെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രൈവറ്റിലും ഇതുപോലെ നിരവധിയായിട്ടുള്ള പ്രോബ്ലംസ് നടക്കുന്നുണ്ട്. വെറും 10 പേഷ്യൻസുമായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ വരെ കേരളത്തിൽ ഫംഗ്ഷൻ ചെയ്തു പോകുന്നുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കോളേജുകളിലാണ് നിങ്ങൾ അഡ്മിഷൻസ് നേടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാവിയിൽ അത് ദോഷം ചെയ്യുകയും ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യതകളും കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ കോളേജുകളും ടോപ്പ് ലെവലിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നതാണ് മിക്കവാറും വരുന്ന പേരൻസ് എല്ലാം ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പിലുള്ളതും ബോട്ടത്തിലുള്ളതായിട്ടുള്ള കോളേജുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും കറക്റ്റ് ആയിട്ട് ഓപ്ഷൻസ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ LBSന്റെ അഡ്മിഷൻ പ്രോസസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഈ പറഞ്ഞ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ. അപ്പോൾ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് ഏറ്റവും മികച്ച കോളേജുകളിൽ തന്നെ നിങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ലിസ്റ്റുകൾ തയ്യാറാക്കുകയും അങ്ങനെയുള്ള ലിസ്റ്റുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് കോളേജ് ഓപ്ഷൻസ് കൊടുക്കുകയും ഏറ്റവും മികച്ച കോളേജിൽ തന്നെ അഡ്മിഷൻസ് കിട്ടി അവിടെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയറിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസും ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ കോളേജുകളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള അഡ്മിഷൻ പ്രോസസ്സിന്റെ ഓരോ സ്റ്റെപ്പിലും ഡയറക്റ്റ് ഹെൽപ്പ് ലഭിക്കുവാനായിട്ടും ഉള്ള ഒരു ഗ്രൂപ്പാണ് കേരള അഡ്മിഷൻ ഗൈഡൻസ് ഗ്രൂപ്പ് 2025. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുകയും അതുപോലെ തന്നെ ഓരോ ക്ലാസ്സുകളിൽ കൂടെയും പല ഡിസ്കഷൻ സെഷനിൽ കൂടെ ഒക്കെ ആണെങ്കിൽ കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അഡ്മിഷന്റെ ഓരോ സ്റ്റെപ്സിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ ഉണ്ടാവുന്നതാണ്. കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൂടെ എല്ലാ കോളേജുകളെ കുറിച്ച് വിശദമായിട്ടും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ലിമിറ്റേഷൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും താല്പര്യമുള്ള കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കേരളം ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കും കേരള അഡ്മിഷൻ ഗൈഡൻസ് ഗ്രൂപ്പ് 2025. അതിന്റെ ലിങ്കുകൾ രജിസ്ട്രേഷൻ ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണ്
ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഓപ്ഷൻസ് വരിക. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് സമയത്താണ് നമ്മൾ കോളേജുകൾ ഏതൊക്കെ കോളേജുകളായിരിക്കും നമ്മൾ ലിസ്റ്റ് വെച്ച് കൊടുത്തതിനനുസരിച്ച് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്, കൂടുതൽ കോളേജുകൾ കൂട്ടി കൊടുക്കണോ അല്ലെങ്കിൽ ആഡ് ചെയ്യണോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യണോ റീഓർഡർ ചെയ്യണോ, ഇതിന്റെ കോളേജ് പൊസിഷൻസ് റീഓർഡർ ചെയ്യണോ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതും അതിന്റെ മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതും ഈ ഒരു ഘട്ടത്തിലാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് മെയിൻ അലോട്ട്മെന്റുകൾ തുടങ്ങുക. അപ്പോൾ ആദ്യത്തെ അലോട്ട്മെന്റിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അഥവാ നിങ്ങൾക്ക് ഒരു കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് 100 കോളേജുകൾ ലിസ്റ്റുകളാണ് നിങ്ങൾ നൽകിയിരിക്കുന്നത്, അതിൽ 98ാമത്തെ കോളേജാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിൽ 97 കോളേജുകളിലേക്ക് മുന്നോട്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കോളേജ് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടോക്കൺ ഫീ ആദ്യമേ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. OBC ജനറൽ കാറ്റഗറി വിഭാഗത്തിലെല്ലാം തന്നെ 25,000 രൂപയാണ് ടോക്കൺ ഫീ അടയ്ക്കേണ്ടത്. അത് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ഫീസിൽ നിന്നും കുറയുന്ന ഒരു ഫീസ് തന്നെയായിരിക്കും. അഥവാ നിങ്ങൾ SC ST കാറ്റഗറിയിലോ OEC OBH കാറ്റഗറിയിലോ പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയാണ് ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരിക. വീണ്ടും അടുത്ത ഘട്ടം എന്ന നിലയിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷന് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് 98ാമത്തെ കോളേജാണ് ലഭിച്ചിരിക്കുന്നത്, മുകളിലേക്ക് 97 കോളേജുകൾ എവിടെയെങ്കിലും വേക്കൻസികൾ ഉണ്ടാവുകയും നമ്മുടെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് നമുക്ക് അവിടെ പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ അലോട്ട്മെന്റ് വരുമ്പോൾ വീണ്ടും നമുക്ക് മുന്നോട്ട്, ഇപ്പോൾ 65ാമത്തെ കോളേജിലേക്കാണെന്നെങ്കിൽ 65ാമത്തെ കോളേജിലേക്കായിരിക്കും നമുക്ക് അഡ്മിഷൻസ് മൂവ് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് അഡ്മിഷൻ അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ 98ാമത്തെ കോളേജിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാറ്റസ് നിൽക്കുക. അങ്ങനെ 3 അലോട്ട്മെന്റുകൾ നടക്കുന്നതാണ്. അപ്പോൾ മൂന്നാമത്തെ അലോട്ട്മെന്റുകൾക്ക് ശേഷം മാത്രമാണ് നമ്മൾ കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക. ആ സമയത്ത് ബന്ധപ്പെട്ട ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, SSLC +2 അതുപോലെ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ, ഇതെല്ലാം നമ്മൾ ഒറിജിനൽസ് എല്ലാം നമ്മൾ കോളേജിൽ ചെന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഫസ്റ്റ് ഇയർ ബാക്കി വരുന്ന ഫീസ് നമ്മൾ ആ ഒരു സമയത്ത് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിരവധി കുട്ടികൾ ഒരു പക്ഷേങ്കിലും മറ്റുള്ള അസോസിയേഷനിലൊക്കെ അഡ്മിഷൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ ഉണ്ടാകാം. അതുപോലെ ഈ പറയുന്ന ഓപ്ഷൻസ് അവർ താല്പര്യമില്ലാതെ ഒഴിവാക്കുന്ന കുട്ടികളുണ്ടാകാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാതെ വരികയും വേക്കന്റ് വരുന്ന സീറ്റുകളിലേക്കാണ് അടുത്ത അലോട്ട്മെന്റുകൾ, 4ാമത്തെ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ 4ാമത്തെ അലോട്ട്മെന്റ് നമ്മൾ സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്, അപ്പോൾ ആ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ വേക്കന്റ് വരുന്ന സീറ്റുകൾ നികത്തു പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അവിടെയും ഒഴിവ് വരുന്ന സീറ്റുകളാണ് 5ാമത്തെയും 6ാമത്തെയും 7ാമത്തെയും അങ്ങനെ പല പല അലോട്ട്മെന്റുകളായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഓരോ അലോട്ട്മെന്റുകളും ഏകദേശം ഓരോ ആഴ്ചയിലുമായിരിക്കും നടത്താൻ സാധ്യതയുള്ളത്. ആ ഒരു അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞതിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ കോളേജിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം കഴിഞ്ഞ വർഷങ്ങളൊക്കെ 15-17 അലോട്ട്മെന്റുകളാണ് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷവും അതുപോലെ തന്നെ പല പല അലോട്ട്മെന്റുകളും വേക്കന്റ് സീറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും അലോട്ട്മെന്റുകൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെ വേക്കന്റുകൾ സീറ്റുകളാണ് വന്നിരിക്കുന്നത്, ഏതൊക്കെ കോളേജുകൾ, ഏതൊക്കെ കാറ്റഗറി വിഭാഗത്തിലാണ് വേക്കന്റ് സീറ്റുകൾ വന്നതെന്നൊക്കെ നമുക്ക് ഈ സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഈ രീതിയിലാണ് ഏകദേശം LBSന്റെ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നടത്തപ്പെടുക. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓരോ അസോസിയേഷനിലും ഇപ്പൊ LBS ആയിക്കോട്ടെ, PNC MAC ആയിക്കോട്ടെ, ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആയിക്കോട്ടെ, അഥവാ CPAS ആയിക്കോട്ടെ, ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഉൾപ്പെടെ അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ വരെയാണെങ്കിലും വ്യത്യാസത്തെ രീതിയിലാണ് നടത്തപ്പെടുക. ഉദാഹരണമായിട്ട് PNC MACലും ക്രിസ്ത്യൻ മാനേജ്മെന്റിലും ഒക്കെ ആണെങ്കിലും ഏറ്റവും ആദ്യം തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കോളേജുകളുടെ ലിസ്റ്റുകൾ തയ്യാറാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം LBSലാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമാണ് ലിസ്റ്റുകൾ കൊടുക്കേണ്ടതായിട്ട് വരിക. CPASലാണെന്നുണ്ടെങ്കിൽ കോളേജ് ഓപ്ഷൻസ് സെലക്ഷൻസ് വരുന്നത് ഓഫ്ലൈൻ ആയിട്ടാണ്. നമ്മൾ ഇന്റർവ്യൂ വിളിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു സമയത്താണ് നമ്മൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെ കോളേജ് ഓപ്ഷൻസ് ചെയ്യേണ്ടതായിട്ട് വരിക. അങ്ങനെ ഓരോ അസോസിയേഷനും വെവ്വേറെ രീതിയിലാണ് അഡ്മിഷൻ പ്രോസസ്സുകൾ നടത്തപ്പെടുക. തീർച്ചയായിട്ടും നല്ല രീതിയിൽ കൺഫ്യൂഷൻസ് വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അപ്പോൾ കൺഫ്യൂഷൻ അടിക്കേണ്ട, നിങ്ങൾക്ക് കേരള ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുവഴി നിങ്ങൾക്കുള്ള ഗൈഡൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ BSc നഴ്സിംഗ് ആയിക്കോട്ടെ, പാരാമെഡിക്കൽ കോഴ്സുകളായിക്കോട്ടെ, കേരളം ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേരള ഗൈഡൻസ് ഗ്രൂപ്പ്. ഇതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ പല കുട്ടികളും അക്ഷയ സെന്ററിലും മറ്റുള്ള കമ്പ്യൂട്ടർ സെന്ററിലും ഒക്കെ പോയിട്ട് ഒത്തിരി അബദ്ധങ്ങൾ വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ കോളേജ് ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്തും അങ്ങനെയൊക്കെ പ്രോബ്ലംസ് വന്ന് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പ് ഫംഗ്ഷൻ ചെയ്തത്. ലിമിറ്റഡ് നമ്പേഴ്സിലാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒത്തിരി കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമുക്കും ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ അഡ്മിഷൻ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഈ പറഞ്ഞ കേരളം ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങൾ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.